അയ്യോ സഖാവ് ഇത്രയെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷം. കാരണം അപ്പം ജി ആണെങ്കിൽ അങ്ങ് മെഴുകോടെ മെഴുക. ആ തെറിയൻ മണിയാശാനെയൊക്കെ ന്യായീകരിച്ച് ഒരു കാലത്തും എത്ര തോൽവി ഉണ്ടായാലും കമ്മികളെ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല എന്ന് പണ്ട് ഏതോ സഖാവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയെ കവച്ചു വയ്ക്കുന്ന വികസനം കൊണ്ടുവന്നിട്ടും ഈ കേരളത്തിലെ ഈ കശ്മലന്മാർ അത് അംഗീകരിക്കുന്നില്ലോ സഖാവെ. വീണ്ടും അമേരിക്കയിലോട്ട് പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആരെക്കൊണ്ടെങ്കിലും ഒരു ഗവേഷണം നടത്തിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഗർഭക്കേസും ഈ പീഡനക്കേസും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് എപ്പോഴും പാവാടവള്ളിയെ പിടിച്ചുകൊണ്ട് വിജയം കൊണ്ടുവരില്ല സഖാവെ. ഒന്നോ രണ്ടോ സരിതയോ ഒക്കെ നടന്നേക്കാം. എല്ലാ കാലത്തും എല്ലാവരും പറ്റിക്കാൻ പറ്റില്ല സഖാവെ. മിനിമം അത് ഓർത്താൽ മാത്രം മതി. നിങ്ങളുടെ നേട്ടങ്ങളാണ് ജനങ്ങളോട് പറയേണ്ടത്. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഇലക്ഷനിൽ അവർ പ്രാദേശികമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾ പരിഹരിച്ചിട്ടില്ല. ആദ്യം ഈ പട്ടിയുടെയും കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഒന്ന് ഒഴിവാക്കിത്താ. ഇവിടുത്തെ ജനങ്ങൾ ദുര്യോഗമാണ് അനുഭവിക്കുന്നത്. 4.5 ലക്ഷം കടിയാണ് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ മന്ത്രിമാരൊക്കെ ഇപ്പോഴും വെളുപ്പിക്കുക സുപ്രീം കോടതിയുടെ നടപടി പ്രായോഗികമല്ലെന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം അത് പരിഹരിക്കേ. നിങ്ങളുടെ ഈ എടുത്താൽ പൊങ്ങാത്ത ചിലവുണ്ടല്ലോ ഒന്ന് കുറയ്ക്കേ. MLA-മാരുടെയൊക്കെ ശമ്പളം കൂട്ടാനുള്ള ബില്ല് കയ്യിലുണ്ടെന്ന് അറിയാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് പുറത്തു വരുമെന്നും അറിയാം. ഉള്ള സമയം കൊണ്ട് 4 മാസം കൊണ്ട് കടും വെട്ട് വെട്ടാൻ തന്നെയാണ് തീരുമാനം എന്നറിയാം. 3 വണ്ടി ഉണ്ടായിട്ട് 4ാമത് വണ്ടി 1,10,00,000 വാങ്ങിയ മഹാനുഭാവന അങ്ങ്. ഇതൊക്കെ ജനം കാണുന്നുണ്ട് സാറേ. അവരെ പറ്റിക്കാൻ എല്ലാ കാലത്തും പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. കുറേ അടിമകൾ ഇതേ രീതിയിൽ പാടുമായിരിക്കാം. എങ്ങനെ? നിരുപമഭാവം അവിടുത്തെ ദർശനം, നിരുപമഭാവം അവിടുത്തെ ദർശനം, അടിയങ്ങളന്തങ്ങൾ നിൻ തിരുസേവകർ ഊരിപ്പിടിച്ച വാളിൻ മുന്നിൽ, നീട്ടിപ്പിടിച്ച തോക്കിൻ മുന്നിൽ, കുച്ചിപ്പുടി നൃത്തം നടത്തിയോനേ കാരണഭൂത